ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ സ്നേഹം ദൈവം നമുക്ക് ഈ പ്രഭാതം കൂടി തരാൻ തീരുമാനിച്ചായിരിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 9-ാമത്തെ വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്: നീതിമാന്റെ വിളക്ക് തെളിഞ്ഞു പ്രകാശിക്കും, ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞു പോകും. ഈശോയാകുന്ന വലിയ പ്രകാശത്തിലേക്കുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നീതിയിൽ വ്യാപരിക്കുന്ന നമ്മുടെ ജീവിതമാകുന്ന വിളക്ക് അത് സ്വർഗസന്നിധിയിൽ എപ്പോഴും പ്രകാശിച്ചു നിൽക്കും. എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നീതി കൈവിട്ടൊഴിയുന്നോ, എവിടെയൊക്കെ സത്യസന്ധതയും സ്നേഹവും നിർമ്മലതയും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നോ, അവിടെയെല്ലാം നമ്മുടെ ജീവിത വിളക്ക് കെട്ടുപോകുമെന്നാണ് തിരുവചനം നമ്മളോട് പറഞ്ഞു വെക്കുക. ഈശോയുടെ പ്രകാശത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരാനായി എന്നെയും നിങ്ങളെയും കർത്താവ് തൻ്റെ കുരിശുമരത്തിലൂടെ വീണ്ടെടുത്ത രക്ഷാകര സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും നീതിയുള്ളവരായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനായിട്ട് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കാരുണ്യം എല്ലാ മക്കളെയും ഈ പ്രഭാതത്തിൽ വലിയ ബ്ലെസ്സിങ്സിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, നീതിയുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും, പ്രത്യേകമായിട്ട് എക്സാമിന് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മനസ്സിന് ധൈര്യം കിട്ടാൻ പ്രാർത്ഥനയിലായിരിക്കും.